ഈ പൂർണിമ മാമും അംബിക മാമും അല്ലേ ഈ വെസ്റ്റേൺ ഔട്ട്ഫിറ്റ്സ് ഒക്കെ ഇട്ടിട്ട്? തമിഴിലൊക്കെ അവർ കൂടുതൽ ചെയ്തിട്ടുണ്ടല്ലോ. ആ, ആ, അപ്പൊ ഞാനൊക്കെ തമിഴില് വെസ്റ്റേൺ ഔട്ട്ഫിറ്റ്സ് ഇട്ടത് ഫസ്റ്റ് പടത്തിൽ പനീർ പുഷ്പങ്ങൾ, ആ, ആ. അതിലൊക്കെ എന്റെ കൂടുതലും എനിക്ക് പാന്റ് ഷർട്ട് മിഡീസ് അങ്ങനെയൊക്കെ ആയിരുന്നു, തമിഴ് പടത്തിലായിരുന്നു. അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നോ? ജീൻസ് ഒക്കെ ഇട്ട് ടോപ്പൊക്കെ ഇട്ടിട്ട് നടക്കുന്ന ക്യാരക്ടേഴ്സ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നോ? അത്രയ്ക്ക് മോഡേൺ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തന്നെ ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ എന്റെ ഫേസ് മേ ബി ഇറ്റ് ഇസ് ലൈക്ക് ദാറ്റ്. പക്ഷെ വേറെ ഒന്നും കൂടിയുണ്ട്. എന്റെ നമുക്ക് ഹെയർ സ്റ്റൈലൊക്കെ മാറ്റി അങ്ങനെയൊക്കെ എന്റെ മേക്ക് ഓവർ ചെയ്താൽ എനിക്ക് അതും ആവാം ചെയ്യാം. ഇറ്റ് വാസ് നോട്ട് ലൈക്ക് നമ്മൾ ഇങ്ങനെ മാത്രമേ സൂട്ട് ആവുള്ളൂ എന്ന് ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാൽ പോലും ആ ക്യാരക്ടേഴ്സ് ചെയ്യാൻ നമുക്കും ഒരു കോൺഫിഡൻസ് വേണ്ടേ. അപ്പം ഞാൻ ഇന്നും ഏതെങ്കിലും ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിലും ഇന്ന് പിന്നെ ചോദ്യം കൂടുതലാണ് എനിക്ക് അങ്ങോട്ട്. ആരെങ്കിലും എന്തെങ്കിലും ക്യാരക്ടർ കൊണ്ടുവന്നാലും അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും എല്ലാം ഇപ്പോൾ നമുക്ക് ആ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് കൂടുതൽ ചോദിക്കും എന്താണ് സംഭവം, പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു, എന്തുകൊണ്ട് ഈ ക്യാരക്ടർ ഇങ്ങനെ സംസാരിക്കുന്നു ഒക്കെ എനിക്ക് അറിയണം. പണ്ടതൊന്നും അറിയില്ലല്ലോ, അവർ പറയുന്നത് നമ്മൾ ചെയ്യുന്നു എന്നാണ്. മോഡേൺ ഡ്രസ് എനിക്ക് അതിനുള്ള കോൺഫിഡൻസ് ഇല്ലായിരുന്നു. അപ്പൊ നമുക്ക് ഗ്ലാമർ റോൾസ് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചുള്ള കോൺഫിഡൻസ് വേണം. നമ്മൾ നടക്കുന്ന രീതിയും നമുക്ക് തന്നെ അത് കൺവിൻസിങ് അല്ല, കോൺഷ്യസ് ആണെങ്കിലേ ആൾക്കാർ വിചാരിക്കും അയ്യോ ഇവരെന്തിനാ ഇതൊക്കെ ചെയ്യാൻ പോകുന്നെന്ന് പറയും. സോ അതിന് ഞാൻ ഒരിക്കലും അങ്ങനെ റിസ്ക് എടുക്കില്ലായിരുന്നു. പിന്നെ എനിക്ക് വന്ന റോൾസും മോസ്റ്റ്ലി ഇറ്റ് വാസ് ലൈക്ക് ദാറ്റ്. അങ്ങനെ ആരും എന്നെ അടുത്ത് നിന്ന് ഭയങ്കര ഗ്ലാമർ റോളാന്ന് പറഞ്ഞിട്ട് ആരും വന്നിട്ടില്ല. അതുകൊണ്ടായിരിക്കും ചേട്ടനും എനിക്ക് പടം തരാത്തത്. ചേട്ടന്റെ പടത്തിൽ മോസ്റ്റ്ലി എല്ലാം അങ്ങനെയാണ്. എനിക്ക് ഒരിക്കലും അത് ചെയ്യാൻ പറ്റില്ല. അതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതാണ് പറയാം, എന്ത് ക്യാരക്ടർ ഉണ്ടെങ്കിലും എനിക്ക് ഐ നീഡ് ദാറ്റ് കോൺഫിഡൻസ്. എനിക്ക് കൺവിൻസിങ് അല്ലെങ്കിൽ ഞാൻ പറയും നമ്മൾക്ക് കൺവിൻസ് അല്ലെങ്കിൽ എങ്ങനെയാ ബാക്കിയുള്ളവരെ കൺവിൻസ് ചെയ്യാം. സോ ഒരു ഡയലോഗ് പറയാൻ പോലും പറയും മാമിന്റെ കംഫർട്ടിൽ പറയൂ. ഇപ്പോഴൊക്കെ അങ്ങനെയാണല്ലോ, മാമിന്റെ കംഫർട്ടിൽ പറയൂ എന്ന് പറയും. മാമിന്റെ കംഫർട്ടിലാണെങ്കിൽ എനിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റും. ഇങ്ങനത്തെ ഈ വാക്കുകൾ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര കട്ടി വാക്കുകളൊക്കെ നമ്മൾ ഒരിക്കലും അങ്ങനെ സംസാരിക്കില്ലല്ലോ. ഒരു കാഷ്വൽ ആയിട്ട് പോകുന്ന ഒരു ക്യാരക്ടർ ആണെങ്കിൽ നമ്മൾ പറയുന്നത് അപ്പോഴേ ആ എക്സ്പ്രഷനും വരുള്ളൂ. നമ്മൾ അല്ലെങ്കിൽ ആ വാക്ക് ഓർത്തിരിക്കണം, അത് മറന്നും പോകും ചിലപ്പോൾ. സോ ഇറ്റ് വോണ്ട് വർക്ക്. അങ്ങനെയൊക്കെ ഇപ്പൊ പറയുന്നുണ്ട്. പണ്ടൊക്കെ അവര് പറയുന്നില്ല. പണ്ടപ്പോ ഇങ്ങനെ സ്ക്രിപ്റ്റ് സെലക്ഷൻ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ഒന്ന് പറയാൻ രീതി എങ്ങനെയാ? സെലക്ഷൻ ഒന്നും ഇല്ല എന്ന് വെച്ചാൽ അന്ന് അതുപോലത്തെ ക്യാരക്ടർ അവർക്ക് ഞാൻ തന്നെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർ എൻ്റെ അടുത്ത് വരും, അത് നല്ലതായിരിക്കും, ഇറ്റ് വിൽ സൂട്ട് മീ, ഐ വിൽ ഡു ഇറ്റ്. അപ്പൊ അന്ന് ഈ സ്ക്രിപ്റ്റ് തരുമോ, വായിക്കാൻ തരുമോ? എനിക്കെന്തോ വായിക്കാനൊന്നും അറിഞ്ഞൂടാ, മലയാളം ABC അറിയില്ല. എൻ്റെ ആദ്യത്തെ പടത്തിലൊക്കെ മംഗ്ലീഷും ഒക്കെ എഴുതിയില്ലേ, ഡയലോഗൊക്കെ ബൈഹാർട്ട് ചെയ്ത്. എനിക്ക് മലയാളം കുറച്ചൊക്കെ മനസ്സിലാവും. അത് തന്നെ ഇപ്പോഴും ടെക്സ്റ്റ് ചെയ്യുമ്പോൾ EVID തന്നെയാ. കാരണം എന്താ വെച്ചാൽ എനിക്ക് മലയാളം വായിക്കാൻ അറിയാം ഇപ്പോ, പക്ഷെ എഴുതാനൊന്നും അറിഞ്ഞൂടാ. ഞാൻ മലയാളം പഠിച്ചിട്ടില്ല, ഞാൻ ഈ സംസാരിച്ച് ശീലമാണ്. ഡബ് ചെയ്യുന്നതും ഇപ്പൊ ഞാൻ ഡബ് ചെയ്യുന്നു ഞാൻ തന്നെ. ഞാൻ മറ്റേ ഞണ്ടുകളുടെ നാട്ടിൽ തൊട്ട് ഞാൻ തന്നെയാണ് എല്ലാത്തിനും ഡബ് ചെയ്യുന്നത്. ബാക്കി അതിന് മുമ്പ് ഞാൻ April 19 എന്നൊരു പടം വന്നു, അതിലാണ് ആദ്യമായിട്ട് ഡബ് ചെയ്യുന്നത്. മേനൻ സാറിന്റെ ഒരു നിർബന്ധം കാരണം മാത്രം. എന്തുകൊണ്ട് ഡബ് ചെയ്യുന്നില്ല ചോദിച്ച് ചീത്ത വിളിച്ച് എന്നെ ചിത്രാഞ്ജലി വിളിച്ച് ഡബ് ചെയ്യിപ്പിച്ചതാ. സോ അതാണ് എനിക്ക് എൻ്റെ വോയിസ് ഞാൻ തന്നെ കൊടുത്തത് അതിലായിരുന്നു. ബാക്കിയെല്ലാം പണ്ടത്തൊട്ട് ഫസ്റ്റ് പടമൊക്കെ നിദ്രയിലൊക്കെ കോട്ടയം ശാന്ത ചേച്ചി, പിന്നെ ഭാഗ്യലക്ഷ്മി എനിക്ക് ഐ തിങ്ക് അധികം ചെയ്തിട്ടില്ല, എനിക്ക് സൂട്ട് ആവില്ലായിരുന്നു. എനിക്ക് കുറച്ചുകൂടെ ബേസ് വോയിസ് ആയതുകൊണ്ട്. ലിസി ഉണ്ടായിരുന്നു, ആനന്ദവല്ലി ചേച്ചിയാണ് എനിക്ക് പെർഫെക്റ്റ്. അവരായിരുന്നു ചകോരം എല്ലാം ചെയ്തത്. രണ്ട് മക്കളുണ്ടല്ലോ, അവരുടെ അടുത്ത് ചോദിച്ചാൽ പറയുന്നത് ഏറ്റവും ക്രേസി ആയിട്ടുള്ള ഒരു അമ്മയാണ് അവർക്ക് കിട്ടിയിട്ടുള്ളതെന്നാണ്. ഭയങ്കര ജോവിയലായിട്ടുള്ള, ഭയങ്കര കളിച്ച് ചിരിച്ചു നടക്കുന്ന ഒരു അമ്മയായിരുന്നല്ലോ. ഒരു സമയത്ത് പിള്ളേർ വന്ന് അമ്മേനെ കൺട്രോൾ ചെയ്യണം എന്നുള്ളൊരവസ്ഥ. അത് ഇപ്പോഴും അങ്ങനെ തന്നെയാ. ഞാൻ ചിലപ്പോൾ പറയുമ്പോൾ അമ്മ എന്ന് പറയും. ഞാൻ പിന്നെ ചിലപ്പോൾ നമുക്ക് ഒരു ടൈം പാസിന് വേണ്ടിയിട്ട് കോമഡിയൊക്കെ കളിക്കും. ഞാൻ ഇതുപോലൊക്കെ വട്ടൊക്കെ കളിക്കും, ചുമ്മാ ഡാൻസ് ഒക്കെ ചെയ്യുക, ചുമ്മാ ഇടയ്ക്ക് വെച്ചിട്ട് എന്തെങ്കിലും പാട്ട് വെച്ചിട്ട് അതിനനുസരിച്ച് മൂവ്മെന്റ്സ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അവർ എന്നൊക്കെ കാണിക്കും. അല്ലെങ്കിൽ നമ്മൾ വണ്ടിയിലൊക്കെ പോവുകയാണെങ്കിലും ഞാൻ പാട്ടൊക്കെ ഉറക്കൊക്കെ പാടും ചിലപ്പോൾ. അപ്പോൾ അവർ പറയും അയ്യോ അമ്മ, അവർ കേൾക്കും, കേട്ടോട്ടെ, നമ്മൾക്ക് നമ്മുടെ കുഷിയിലെ പാടുന്നതല്ലേ. അങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ടൈം പാസ്. അവർക്ക് എന്താ അവരെ അഡ്വൈസ് ചെയ്യാറുണ്ട് എന്തെങ്കിലും കാര്യത്തിൽ? അഡ്വൈസ് മെയിനായിട്ട് അവർ എന്നെ കുറ്റം പറയുന്നത് പേഷ്യൻസ് ഇല്ല. അവർ പറയും അമ്മ യു ഗോട്ട് ആബ്സല്യൂട്ട്ലി നോ പേഷ്യൻസ്. പറഞ്ഞു അതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റൂടാ, നമുക്ക് അങ്ങനെ ആ ശീലമായിപ്പോയി.
ടേക്ക് എ ഡീപ് ബ്രെത്ത് എന്നൊക്കെ പറയും, സമാധാനപ്പെട്, അതൊക്കെ പതുക്കെ പോവാം. കാരണം എനിക്കാണെങ്കിൽ ഈ കൊച്ചിലെ മുതൽ നമ്മുടെ ബോംബെയിൽ ജനിച്ച് വളർന്നതുകൊണ്ട് ഈ ടൈമിൽ നമ്മൾ എവിടെയെങ്കിലും കറക്റ്റായിട്ട് ബസ് പിടിക്കാനോ അതിനെങ്കിലും നമുക്ക് കറക്റ്റായിട്ട് ആ ടൈമിൽ പോയില്ലെങ്കിൽ വി വിൽ മിസ്. ഇപ്പോൾ കോളേജിൻ്റെ ആണെങ്കിലും നമ്മൾ ഏതെങ്കിലും ക്ലാസ് ആണെങ്കിൽ, അത് എൻ്റെ മാസ്റ്റർ ജി ഡാൻസിൻ്റെ മാസ്റ്റർ ജി എങ്ങനെയാ വെച്ചാൽ 8 മണിക്ക് ക്ലാസ് ആണെങ്കിൽ രാവിലെ 8 മണിക്ക് അവിടെ പോയിട്ട് നമ്മൾ തൊഴണം. അല്ലാതെ 8 മണിക്ക് ക്ലാസ്സിൽ എത്തിയാൽ പോരാ. അതെങ്ങനെ 5-10 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആയാൽ അത്രേ ക്ലാസ് എടുക്കൂ. 45 മിനിറ്റ്സ് എടുക്കുകയുള്ളൂ, അല്ലാതെ 1 hour എടുക്കൂല. ഹീസ് ലൈക്ക് ഹി വാസ് ദാറ്റ് സ്ട്രിക്റ്റ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യണം. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് 7 മണിക്ക് ഇറങ്ങിയാൽ 7:15 ബസ് കിട്ടും. ബസ് കിട്ടിയപ്പോൾ നമ്മൾ പിന്നെ അവിടെ എത്തുമ്പോൾ ഒരു 20 മിനിറ്റ്, അത് കഴിഞ്ഞ് നടക്കാൻ ഒരു 10 മിനിറ്റ്. ഇപ്പം ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് അവിടെ പോയി ഡ്രസ്സ് മാറാൻ ഒരു 5 മിനിറ്റ്, പിന്നെ പോയിട്ട് 8 മണിക്ക് മുമ്പ് സാർ വരുന്നതിന് മുമ്പ് നമ്മൾ പോയി അവിടെ നിൽക്കണം. അപ്പോൾ ഇങ്ങനെ ഫുൾ പ്ലാനിങ് ഉണ്ട്. അപ്പോൾ ഈ പ്ലാനിങ് ആണ് ഇന്നും എനിക്ക്. എന്തുണ്ടെങ്കിലും ഞാനിപ്പോൾ 4 മണിക്ക് നമ്മൾ ഫ്ലൈറ്റ് പിടിക്കണമെങ്കിൽ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യും. 4 മണിയാണെങ്കിൽ നമുക്ക് അവിടെ ചെക്ക് ഇൻ കൗണ്ടർ ക്ലോസ് ചെയ്യുന്നത് 3 മണിക്ക്. അപ്പോൾ 3 മണിക്കാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് പോകണമെങ്കിൽ 3/4 മണിക്കൂർ വേണമെങ്കിൽ ഞാൻ അതിനൊരു സോ ഇങ്ങനെയാണ് എൻ്റെ കാൽക്കുലേഷൻ. ബാക്കിലോട്ട് പോയി കാൽക്കുലേറ്റ് ചെയ്ത് അങ്ങനെ കറക്റ്റായിട്ട് അവിടെ എത്തി. അപ്പോൾ അവിടെ പോയി നമുക്കൊരു ചായ കുടിക്കാൻ സമയം ഉണ്ടാവും, ഇതുണ്ടാവും. സോ ദ ഹോൾ തിങ് ഇസ് പ്ലാൻഡ് ഇൻ മൈ മൈൻഡ്. ഞാൻ അത്രയ്ക്ക് OCD ആണ് ഈ കാര്യത്തിൽ. എൻ്റെ പിള്ളേർ അങ്ങനെ ഈ സ്റ്റൈലാണ്. സ്ലോ ആയിട്ട് ഞാൻ പറഞ്ഞു, ടാക്സി വന്നവൻ നിൽക്കും, അമ്മ റിലാക്സ്, 1 മിനിറ്റ് കൊണ്ട് അവർ പോവും, അവർ ടാക്സി എത്തി. ഇതാണ് എൻ്റെ ഇത്. എന്നിട്ട് പിന്നെ ദേഷ്യം, പിന്നെ വഴക്കൊക്കെ ആവും. ചിലപ്പോൾ ഇങ്ങനെ പറയും, ഞാൻ ഇതിനാണ് കുഴപ്പം, നിങ്ങൾ സിനിമയ്ക്ക് പോവുകയും വേണം, മര്യാദയ്ക്ക് റെഡി ആവില്ല, അവിടെ പോയി ഫസ്റ്റ് സീൻ കാണാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ഞാൻ. അപ്പോൾ അത് അവർക്ക് ഇറിറ്റേഷനാണ്. എന്നാലും ഞാൻ അങ്ങനെയാണെന്ന് അവർക്ക് അറിയുകയും ചെയ്യാം. ഇപ്പം കുട്ടികൾ അവരുടെ ടീനേജിലും അത് കഴിഞ്ഞിട്ട് അവരുടെ കുറച്ചുകൂടി മെച്യൂർഡൊക്കെ ആകുമ്പോൾ അവരുടെ ലൈഫിനെ പറ്റിയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ വന്ന് അമ്മയുടെ അടുത്ത് വന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ കോൺവെർസേഷൻ ഉണ്ടാവുക? ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയും. റിലേഷൻഷിപ്പ് എന്ന് പറയാണ്, ഡോണ്ട് ലേൺ ഫ്രം മീ. കാരണം എൻ്റെ റിലേഷൻഷിപ്സ് ഒന്നും ശരിയായിട്ടില്ല. അപ്പൊ ഞാൻ പറയും, എന്നെ കണ്ട് എങ്ങനെ എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നോ അത് പഠിച്ചോളാൻ പറയും. ഇങ്ങനെ തിരിച്ചിട്ട് തന്നെ പറയാം. പിന്നെ ഞാൻ പറയാം, എൻ്റെ ഡിസിഷൻസ് നിങ്ങൾക്ക് അറിയാം. 2 കല്യാണം കഴിച്ച് 2 ഡൈവോഴ്സായി. അതുകൊണ്ട് ദയവേത് നിങ്ങൾ പാർട്ട്ണറൊക്കെ പിടിക്കുമ്പോൾ സൂക്ഷിച്ച് വളരെയധികം ആലോചിച്ചിട്ട് അനലൈസ് ചെയ്തിട്ട് കല്യാണം കഴിച്ചാൽ മതി എന്ന് പറയും. കല്യാണേ കഴിക്കരുതെന്ന് പറയും. അവർക്ക് തന്നെ വേണ്ട, അവർ തന്നെ ഇപ്പോഴും കാര്യം അത്. കാരണം ദേ ഹാവ് സീൻ സോ മച്ച് ഇൻ ദിയർ ലൈഫ്. അവർ ആ പ്രായത്തിൽ തന്നെ ദേ ഹാവ് ബീൻ ബിക്കം മെച്യൂർഡ്. അവർക്ക് മനസ്സിലായി അതാണെന്ന്. സോ ദേ നോ വെരി വെൽ. അപ്പം എനിക്ക് പേടിയില്ല അവർക്ക് എങ്ങനെ ആയിരിക്കും. അഫ്കോഴ്സ് കുറച്ചൊക്കെ ട്രസ്റ്റ് ഇഷ്യൂസ് വരും, എസ്പെഷ്യലി മോക്ക്. കാരണം അവൾക്കും ബുദ്ധിമുട്ട്, അവൾക്കും ഓരോരുത്തരെ ട്രസ്റ്റ് ചെയ്യാൻ വലിയ പാടായിട്ടുണ്ട് ഇപ്പോൾ. ബിക്കോസ് നാച്ചുറലി അവൾ കാണുന്നത് ഇതാണ്. പക്ഷേ ഞാൻ അതാ അവരുടെ അടുത്ത് പറഞ്ഞു, ഇന്നത്തെ പിള്ളേർ ദേ ആർ വെരി സ്മാർട്ട്. ഞാൻ പറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ മെയിനായിട്ട് തന്നെ ആൾക്കാർ മ്യൂച്വൽ റെസ്പെക്റ്റ് വേണം. അതുണ്ടോയെന്ന് ആദ്യം നോക്കുക. നീയും ഒരു ഇൻഡിവിജ്വൽ ആണ് എന്നൊരു റെസ്പെക്റ്റ് അവർ കൊടുക്കണം. യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു ആർ ഓൾസോ ഹ്യൂമൻ ബീങ്. നിങ്ങൾക്ക് അതേ ഫീലിങ്സ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫ്രീഡവും തരണം. അല്ലാതെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാര്യയ്ക്ക്, അങ്ങനെ ഭാര്യ എന്ന് പറഞ്ഞാൽ കൺട്രോൾ ചെയ്യാം, എൻ്റെ കയ്യിലാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരുടെ അടുത്ത് നിന്ന് അങ്ങ് ഓടിപ്പോയാൽ എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. സോ ദേ ടോക്ക് ടു മീ ലൈക്ക് ഫ്രണ്ട്സ്. ഞാൻ അങ്ങനെയാണ് ഒരു അമ്മ ആയിട്ട്. ഞാൻ ഇടയ്ക്കൊക്കെ പറയും, ഞാൻ നിന്റെ അമ്മയാണ് കേട്ടോ എന്ന്. അത് മറക്കരുത്.